രാത്രി വന്നിട്ടൊരു 12:30 വന്നിട്ട് തട്ടിയിട്ട് ഓടിക്കളയുന്ന പരിപാടി ഉണ്ടായിരുന്നു. നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ 1-2 പ്രാവശ്യം ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് ഞങ്ങൾ ആളിനെ കണ്ടു, ഇന്ന ആളാണെന്ന് കണ്ടു. ഞങ്ങൾ റിസപ്ഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ശല്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സംഭവത്തിന് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. കംപ്ലൈൻറ്റ് ചെയ്ത് ഞാനല്ല കംപ്ലൈൻറ്റ് ചെയ്ത് എൻ്റെ അമ്മ പോയിട്ട് ഡയറക്ടറോട് പറഞ്ഞു തമാശയൊക്കെ ചെയ്തായിരിക്കാം. പക്ഷേ ആ തമാശ എനിക്ക് ഒരുപാട് ഉപദ്രവമായി. കാര്യം നമ്മൾ ആ കംപ്ലൈൻറ്റ് ചെയ്തതോടുകൂടി പുള്ളിയുടെ കണ്ണിൽ നമ്മളൊരു നോട്ടപ്പുള്ളിയായി. എനിക്ക് വന്ന പടങ്ങളെല്ലാം എന്താ പറയുക, പലതും പുള്ളി വഴി തന്നെ നശിപ്പിച്ച പടങ്ങളുണ്ട്. അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈരാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹവും ചിരിക്കുന്നുണ്ടായിരുന്നു, ഹായ് ഹലോ ഒക്കെ പറഞ്ഞു. ഞാൻ ഇന്ന പടമാണെന്ന് പറഞ്ഞു. ഞാനവിടെ ലൊക്കേഷനിലെത്തി. എവിടെയായിരുന്നു? ഹൈദരാബാദ് രാമോജിയിലായിരുന്നു. അപ്പോൾ രാമോജിയിലെത്തി. വൈകുന്നേരം ഷൂട്ടുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അന്നില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചില്ല. പിന്നെ ഷൂട്ടിന് വിളിച്ചു, അഭിനയിച്ചു കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡ്യൂസർ, ശരിക്കും എൻ്റെ ഒരു ബ്രദറിനെ പോലത്തെ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് കാരണം കൊണ്ട് എന്നെ വെക്കേണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടാൽ ആളുകൾ പോവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിനാകെ ചെയ്തേക്കുന്നത് 2-3 വർക്ക് മാത്രമല്ലേ ചെയ്തേക്കുന്നുള്ളൂ, അത് വെച്ചിട്ട് ഞാൻ വലിയ സ്റ്റാറൊന്നും ആയിട്ടില്ല. അപ്പോൾ എങ്ങനെയാ ആൾക്കാർ കൂവുക? എന്നെ തിരിച്ചറിഞ്ഞാലല്ലേ ഒരാൾ കൂവുള്ളൂ. ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു അറിയില്ല, ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെന്തിനാ ഇപ്പോൾ അഭിനയിപ്പിച്ചത്, ഞങ്ങളെങ്ങ് പറഞ്ഞു വിട്ടുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ലാൽ സാറ് പറഞ്ഞു അവളൊരു പെങ്കൊച്ചാണ്, അതിനെ കൊണ്ടുവന്നു തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടിങ് ആണ്. അത് മാത്രമല്ല, നമ്മളൊരു പൈസ പറഞ്ഞിട്ടാണ് അവളെ കൊണ്ടുവന്നത്. അപ്പം അവരുടെ ഒരു എന്താ പറയുക, എന്താണ് അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ ആ പൈസ വെച്ച് അവർക്ക് ഒരുപാട് കണക്കുകൂട്ടലുണ്ടായിരിക്കും. ആ കണക്കുകൂട്ടലൊന്നും നടക്കില്ല എന്ന് കാണുമ്പോഴത്തേക്കും ഏതൊരു മനുഷ്യനും ഉള്ളുകൊണ്ട് വിഷമാവും. നമുക്ക് ആ പ്രാക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമ അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റിയെ പറ്റി സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലേ, അതായത് സർക്കാർ അവരെ ഏൽപ്പിക്കുന്നു, 4.5 വർഷം കൊണ്ട് അവരൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിന് ശേഷം ഒരുപാട് പ്രതികരണങ്ങൾ മലയാള സിനിമയുടെ അകത്തുനിന്നും പുറത്തുനിന്നും സംഭവിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ, ഇപ്പോൾ ഈ പറയുന്ന പഴയ ആർട്ടിസ്റ്റുകളാണെങ്കിലും പുതിയ ആളുകളാണെങ്കിലും അവരെടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ശരിക്കും സ്വാഗതാർഹമല്ലേ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ പറഞ്ഞ ഇതുവരെയും ഉള്ളത് അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. നല്ല കാര്യം. അതിന് തക്കതായ നടപടി ഉണ്ടാവട്ടെ. എൻ്റെ മനസ്സുകൊണ്ട് ഞാനതിൽ വളരെ ഹാപ്പിയാണ്. ഈ WCCയുടെ ഒരു പ്രവർത്തനങ്ങൾ വളരെ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും പറയാനുള്ളത് അപ്പം പറയുക. ഇപ്പോൾ പറയുന്നുണ്ട് ട്രോമയിലായിരുന്നു ഞങ്ങൾ, വർഷങ്ങളായതിനു ശേഷം ഇതിന്റെ ട്രോമയ്ക്കൊരു സമയമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കെങ്കിലും ഈ തെളിവുകൾ മാഞ്ഞു പോകുന്നതിന് മുമ്പെങ്കിലും പറയുക.